ഹാക്കോർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന പെർഗോളക്ക് ഗ്ലാസ് ഇടുന്ന ഒരു വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ചിലവ് ചുരുക്കിയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നത്. അതായത് ഗ്ലാസ് മാത്രം മുകളിലും താഴെയും ഗ്രിൽ എഫ് വെച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സൈഡിൽ ഗ്യാപ്പ് സിലിക്കോണിലൊക്കെ അടിച്ചു കഴിഞ്ഞാലും കാണാനുള്ളൊരു വൃത്തിൻ്റെ പ്രശ്നം, ഓരോ ഗ്യാപ്പായിരിക്കും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഹൈറ്റിൽ ഡിഫറൻസ് ഉണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ളതും അതുപോലെ തന്നെ ക്വാളിറ്റി, അതുപോലെ തന്നെ ലൈഫ് കിട്ടുന്നതായ നല്ലൊരു രീതി തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ മലബാർ ജെ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഈ ഒരു ജെ സ്ക്വയർ സെക്ഷൻ വെച്ചിട്ട് അതിലേക്ക് 3.5 mm ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് തന്നെ ഞാൻ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹൈറ്റും വിടുത്തൊക്കെ മുറിച്ച് കഴിഞ്ഞു. മുറിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടി വെച്ച അളവ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് 4 ഇഞ്ച് ഹൈറ്റിൽ താഴോട്ടേക്കും അങ്ങനെ തന്നെ മുകളിലേക്കും വെച്ചിട്ട്, അപ്പോൾ ടോട്ടൽ 1/2 ഇഞ്ചാണ് കൂട്ടി വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ നമുക്ക് 6.25 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെ വീതിയിലുള്ള പെർഗോളിൻ്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എല്ലാം ഡിഫറൻറ്റ് അളവാണ്. 5 എണ്ണം ഉള്ളത്, 5 ഡിഫറൻറ്റ് അളവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് 8.5 ഇഞ്ചിലാണ് മുറിക്കുന്നത്. അപ്പോൾ ഈ പുറമേ നിന്ന് കാണുന്ന സമയത്ത് എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും. അപ്പോൾ ഗ്ലാസും നമുക്ക് ഒരേ അളവിൽ തന്നെ മുറിച്ച് വന്നാൽ മതിയാവും. അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് PVC കോർണർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഈ ഒരു ഭാഗം അടിഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ ഇങ്ങനെ കയറ്റിയിട്ട് രണ്ടും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രൂ ആണ് ഉപയോഗിക്കൽ. അപ്പോൾ എന്തുകൊണ്ട് സ്ക്രൂ ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ വീട്ടിലെല്ലാം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകം പൊള്ളയുള്ളതിനാണ് റിവറ്റ് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാഗം, ആ ഒരു ഭാഗം എക്സ്പാൻഡ് ആയിട്ട് നിൽക്കും. ഈ സോളിഡ് ആയിട്ടുള്ള ഈ ഒരു സാധനത്തിന് കൊണ്ടുവരും നമ്മൾ റിവറ്റ് അടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കൽ ഈ നീളം കൂടി കവർ ചെയ്ത് വന്നിട്ടുള്ള റിവറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഡ് ആവും. അല്ലാതെ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടുള്ള റിവറ്റ് നമ്മൾ സാധാരണ വരുന്ന 1/2 ഇഞ്ചിൻ്റെ നീളമുള്ളത് അല്ലെങ്കിൽ 5/8 നീളമുള്ള റിവറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരടി അടിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ആ ഒരു ശരിയായൊരു ഫംഗ്ഷൻ നടക്കില്ല. അത് മാത്രമല്ല ചെറിയൊരു പ്ലേ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്ലേ അടുത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി പോയെന്ന് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രൈറ്റ് അടിക്കാതെ ഇങ്ങനെ ഒരു ചരിവ് കൊടുക്കണം. ഇങ്ങനെ ഈ ചരിവ് കൊടുക്കുന്നത് തന്നെ വലത് ഭാഗത്തേക്ക് ഒരു അഡീഷണൽ ചരിവ് കൂടി കൊടുത്തിട്ട് ഡ്രില്ല് ചെയ്യുക. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ജാമായിട്ട് കോർണർ ഏറ്റവും അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിവറ്റിൽ അടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ചരിവ് സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹോൾ അടിച്ചിട്ടാണ് വരിക. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡ്രില്ലടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ടിങ്ങിന് മാത്രം സ്ട്രൈറ്റ് വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് റൈറ്റിലേക്ക് ചരിച്ചിട്ട് അടിക്കും. അതും അടിക്കുന്ന സമയത്ത് സ്ക്രൂവിൻ്റെ നീളം കംപ്ലീറ്റ് കയറ്റി അടിക്കാൻ വേണ്ടി പാടില്ല. സ്ക്രൂവിൻ്റെ നീളത്തിൽ നിന്ന് ഒരു 1/4 ഭാഗം മാത്രം അടിക്കുക. ബാക്കി നമ്മളിത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട്, സെൽഫ് ടാപ്പിംഗ് സ്ക്രൂ ആയതുകൊണ്ടും തന്നെ, ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടും സെൽഫ് ടാപ്പിംഗ് സ്ക്രൂ ആയതുകൊണ്ടും ബാക്കിയുള്ള ഭാഗം ത്രെഡായിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ ജോയിൻ്റെല്ലാം നല്ല നീറ്റ് 45 ജോയിൻറ്റിന് കിട്ടും. ഇതിൽ നമ്മൾ ജസ്റ്റ് ഈ മൂല മാത്രം ഒന്ന് പേപ്പർ ഇട്ട് വരച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അത് വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് വരച്ചിന്. അല്ലാതെ വേറെ ഇതിൽ ഈ ഒരു ഭാഗത്ത് ഫയൽ ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. നേരിട്ട് മെഷീൻ കട്ടിങ് പോലെ തന്നെയുള്ളത്, ഡയറക്റ്റ് കട്ടിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഈ ഒരു വുഡൻ കളർ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കളർ എടുത്താലുള്ള കുഴപ്പം ഇതാണ്. പ്ലെയിൻ ഗ്ലാസ്സാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ഗ്ലാസ് ചെയ്യുമ്പോൾ ഈ കളറ് നമുക്ക് ആ ഫ്രെയിമിൻ്റെ ഭാഗം ശരിക്കും എടുത്ത് കാണിക്കും. ഇത് ഷാമ്പയിൻ കളറാണ്, ഇത് ഗ്രേ, ബ്ലാക്ക്, വൈറ്റ് എല്ലാ കളറും അങ്ങനെ തന്നെ എടുത്ത് കാണിക്കും. അപ്പോൾ ഇതന്നെ വുഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വുഡ് ഫിനിഷിൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കാണാൻ വേണ്ടി അങ്ങനെ വൃത്തികേട് ഉണ്ടാവില്ല. അങ്ങനെ തന്നെ 3.5 mm ഗ്ലാസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ നിന്ന് കിട്ടും. ഇടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ഭാഗം ചെറിയ ബെൻഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കയറി കിട്ടും. വേറെ ഇതിൻ്റെ ടൈറ്റോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് നിന്ന് വരുന്നതായിരിക്കും. ഒന്നിപ്പോൾ ട്രാൻസ്പോർട്ടിലോ അല്ലെങ്കിൽ ഇറക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ബെൻഡായി കഴിഞ്ഞാൽ ടൈറ്റ് ആവും. നോർമലി ഇതൊരു ടൈറ്റും ഉണ്ടാവില്ല. ഈ വുഡൻ കളറിൽ ഒരുപാട് കോട്ടിങ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ബർമ തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ സ്പെഷ്യൽ തേക്ക് അല്ലെങ്കിൽ SP അല്ലെങ്കിൽ ക്ലാസിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. അതുപോലെ തന്നെ ഈ ഒരു കളറും അങ്ങനെ തന്നെ ബർമ തേക്കോ അങ്ങനെ എന്തോ ഒരു പേരിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ചെയ്തിട്ടാകുമ്പോഴുള്ള ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കാണാൻ വേണ്ടിയുള്ള ഒരു ഭംഗി ഇതാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് ഈ ഒരു സാധനം തന്നെയാണ്. എന്നാലും പാർട്ടി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇതാണ് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്ത് വരുന്ന ഒരു കളറ്. അതുകൊണ്ടായിരിക്കാം പാർട്ടി അത് തന്നെ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കളർ ചെയ്യുന്നത്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഇത് പിന്നെ പണ്ടേ കണ്ടുമടുത്തത് കൊണ്ടാണ് നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ്.
അപ്പോൾ ഇത് നമ്മൾ പ്ലെയിൻ ഗ്ലാസ് ഇടലുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പോസ്റ്റിങ് ചെയ്തിട്ട് എച്ചിങ് വരുന്ന ടൈപ്പ് ഇടലുണ്ട്. എച്ചിങ് വരുന്ന സമയത്ത് ഇവിടുന്ന് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ എച്ചിങ്ങിൻ്റെ ഡിസൈൻ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഈ വുഡൻ ഫിനിഷിങ്ങിൽ ഇവിടെ എച്ചിങ് അടിച്ചാൽ കാണാൻ പോറാണ്. അതേ സമയത്ത് നമ്മൾ ഇതിനാ ചെയ്യുന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ചിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഭാഗം വിട്ട് കളയുന്നതായിരിക്കും നല്ലത്. അതിപ്പം ബ്ലാക്ക് കളർ എച്ചിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വണ്ടിയുടെയൊക്കെ മുകൾ ഭാഗത്ത് ഗ്ലാസിൻ്റെ ഒരു ഫിനിഷിങ് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന പറഞ്ഞാൽ 1 സ്ക്വയർ ഫീറ്റിന് 400 രൂപക്കാണ് നമ്മൾ എച്ചിങ് അടക്കമുള്ളത് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള എച്ചിങ് എങ്ങനെയായാലും കണക്കാണ്. കളർ എച്ചിങ് ആണെങ്കിൽ റേറ്റ് കൂടും കേട്ടോ. നോർമൽ പോസ്റ്റിങ് മാത്രം ചെയ്തിട്ട് ചെയ്യുന്നതിന് 400 രൂപക്കാണ് ചെയ്യുന്നത് 1 സ്ക്വയർ ഫീറ്റിന്. അതുപോലെ തന്നെ ഇത് പ്ലെയിൻ ഗ്ലാസ് എഴുതണമെങ്കിൽ 360 രൂപയാണ് നമ്മൾ 1 സ്ക്വയർ ഫീറ്റിന് കണക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ 8.5 ഇഞ്ച് വീതി വരുന്നത് കൊണ്ട് തന്നെ 3/4 ഫീറ്റാണ് ഇതിൻ്റെ വീതി കണക്കൂട്ടുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് കണക്കൂട്ടുക 5.5 ഫീറ്റാണ്. ഏകദേശം ഒരു 4-4.25 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 1750 രൂപയോളം വരും. കംപ്ലീറ്റ് ഫിക്സിങ് ചാർജും അതുപോലെ തന്നെ നമ്മളെ മേക്കിംഗ് ചാർജും മെറ്റീരിയൽസും കോസ്റ്റും എല്ലാം കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ ഗ്യാപ്പൊക്കെ മിക്കവാറും തേപ്പൊക്കെ ഫിനിഷ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗം സിലിക്കോണെല്ലാം അടിച്ച് സെറ്റായി കൊടുക്കണം. കംപ്ലീറ്റ് ചാർജ് വരുന്നത് ഏകദേശം ഒരു 1750 രൂപയിൽ താഴെയായിട്ട് വരും. ഈ ഒരു അളവിനാന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 65.5 ഇഞ്ചും അതുപോലെ തന്നെ വിടുത്ത് വരുന്നത് 8.5 ഇഞ്ചുമാണ് വെച്ചിട്ടുള്ളത്. ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഗ്ലാസ് കട്ട് ചെയ്ത് വാങ്ങി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ അളവെടുക്കെന്ന് പറഞ്ഞാൽ ഔട്ടർ ടു ഔട്ടർ അളവെടുക്കുക. അതിൻ്റെ അകത്ത് 1/8 കുറച്ച് വെക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് MM അളക്കുന്നുണ്ടെങ്കിൽ 3 mm കുറച്ച് വെക്കുക. അങ്ങനെ തന്നെ ഹൈറ്റിലും 3 mm കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്ലേ ഇല്ലാതെ തന്നെ കിട്ടും. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പ്ലേ വന്നിട്ട് ചില വീട്ടിലെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അത് 3 mm കൂടുതൽ അളവ് കുറച്ച് വെക്കുന്നുണ്ടാകുന്ന ഈ കുഴപ്പം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഫ്രെയിം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മളിപ്പോൾ 65 വെക്കുന്നുണ്ടെങ്കിൽ 65.38 നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് വെക്കുക. അപ്പോൾ 8.5 ഇഞ്ച് നമ്മൾ വീതി വെച്ചിട്ടുള്ളത്. അപ്പോൾ 8.38 ഗ്ലാസിൻ്റെ അളവ് കൊടുക്കുക. അപ്പോൾ ഗ്ലാസ് ഇടാൻ വേണ്ടി പോയാണ്. ഗ്ലാസ് ഇടുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ടെടുക്കും. വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യും. ബാക്ക് ഭാഗം മാത്രം ഇപ്പം ക്ലീൻ ചെയ്താൽ മതി. ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്രണ്ട് ക്ലീൻ ചെയ്താൽ മതിയോ. ഈ ഒരു മൂല ഇങ്ങനെ കൊള്ളിച്ച് വെച്ചതിന് ശേഷം അപ്പോൾ സംഭവം സെറ്റായി. ഇനിയിപ്പോൾ നമ്മളിത് ഫിറ്റാക്കിയാൽ വേണ്ടത്. ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടാണ് ഫിറ്റാക്കുന്നത്. ഇത് പിന്നെ അത്യാവശ്യം വീതി ഉള്ളതുകൊണ്ട് തന്നെ 2 ക്ലീറ്റ് ഓടിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തൊരു വീഡിയോയിൽ ആ ഒരു ക്ലീറ്റ് 2 അടിക്കാനുള്ള സ്പേസ് ഇല്ല. ആകെ 4.7 ഇഞ്ച് അതിൽ താഴെ ഒരു 4.5 ഇഞ്ച് താഴെയുള്ള ഗ്യാപ്പൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇത് ചെയ്തിട്ടും ഫിറ്റിങ് വേറെയാണ് കാണിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തൊരു വീഡിയോയിൽ സൗണ്ട് മോണമായി പോയി. അതുകൊണ്ട് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് എടുത്ത് കളയേണ്ട വന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത് ഫിറ്റാക്കേണ്ട സ്ഥലത്ത് സ്ലാബിലുള്ള പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു 8 ഇഞ്ച് വരുന്ന നമുക്കിങ്ങനെ കടന്നു നിൽക്കുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കയറിയിരുന്നൊരു വീഡിയോ എടുക്കാനുള്ള ഒരു സ്കോപ്പില്ല. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാതെ. ഗ്ലാസിൻ്റെ അളവ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് 3 mm മാത്രം കുറച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം തീരെ പ്ലേ ഉണ്ടാവില്ല. എങ്ങോട്ടേക്കോ പ്ലേ അനങ്ങൂല. അതുപോലെ തന്നെ ഹൈറ്റിലും അനങ്ങൂല. എങ്ങനെ അനങ്ങാത്തൊരു രീതി തന്നെയുള്ളത്. അപ്പോൾ നല്ല ഫിറ്റായിട്ട് നിന്നോളും. അതുപോലെ തന്നെ ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ്. അത് കോട്ടിങ് പോകുമെന്നുള്ളൊരു പേടിയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് എൻ്റെ അറിവിൽ 30 വർഷം വരെ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നതാണ് ആൾക്കാർ പറഞ്ഞത്. പിന്നെ 30 വർഷം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നതാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ കൊടുത്ത് ഇതിൻ്റെ സ്ക്രാപ്പ് കൊടുത്തത് 60 രൂപയ്ക്ക് 70 രൂപയ്ക്ക് ഇപ്പം 140 രൂപയുണ്ട് സ്ക്രാപ്പിന്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്കിത് വെക്കണമെന്ന് തോന്നിയാൽ തന്നെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഫ്രെയിം മാറ്റി ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ അലൂമിനിയം കൊടുത്താലും നല്ല അത്യാവശ്യം ആ സമയത്ത് നല്ലൊരു സ്ക്രാപ്പിൻ്റെ വില തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വുഡനാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് എടുത്ത് കത്തിക്കുക എന്നുള്ളത് വേറൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫിറ്റാക്കുന്ന കാണാം. നേരെ സൈഡിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് 15 പെർഗോളയാണ് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളത്. നൈസായിട്ടൊരു പണി കിട്ടി കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ നേരത്തെ ചെയ്ത ഒരു മോഡലല്ല നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിൽ കുറച്ച് വോയിസ് മോണമായിട്ട് വീഡിയോ കളയേണ്ടി വന്നു.
അപ്പോൾ ഇപ്പം വേറെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ നമ്മൾ പ്ലെയിൻ ഗ്ലാസ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അത് ഇപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് നമ്മളൊരു എച്ചിങ്ങും കൂടി കൊടുത്ത് അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ നേരത്തെ ചെയ്ത ഫ്രെയിമല്ല, നേരത്തെ ചെയ്തത് SP എന്ന് പറയുന്ന കോട്ടിക്കാണെങ്കിൽ ഇത് ബർമ തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1.5 ക്ലീറ്റ് ഡ്രിൽ ചെയ്തിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനോടിട്ട് നമ്മൾ ക്ലീറ്റ് ഒരുപാട് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു ഹോള് 4 ഇഞ്ച് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് അറ്റത്ത് പരമാവധി അറ്റത്ത് തന്നെ ചെയ്യുക. ഇങ്ങോട്ടാക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൈഡ് ഡ്രില്ലടിക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പരമാവധി മാക്സിമം അറ്റത്തായിട്ട് തന്നെ ചെയ്യുക. ഈ ഒരു ഭാഗത്തേക്ക് ചെറിയ സ്ക്രൂ ചെയ്യേണ്ട ഹോളും കൂടി ഇപ്പം തന്നെ അടിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ആ അടിയിലേക്ക് സെറ്റ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് അധികം വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് ടിൻ കട്ടർ എടുത്തിട്ട് മുറിച്ച് കളഞ്ഞാൽ മതി. ചില സമയത്ത് ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വരുന്നതാണെങ്കിൽ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ പരമാവധി എൻഡിലാക്കി തന്നെ ഹോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഹോളെല്ലാം അടിച്ച് കഴിഞ്ഞ് നമ്മൾ ചെറുതടിക്കാൻ വേണ്ടി പോയിരുന്നു. ചെറുത് നമ്മൾ 332 ബിറ്റ് ഇട്ടിട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രൂ ആണ് വെച്ച് കൊടുക്കുന്നത്, റിവറ്റല്ല. റിവറ്റ് വെക്കുന്നതൊക്കെ സ്ക്രൂ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഡബിൾ അടിച്ചു കൊടുത്താൽ കുറച്ച് സ്ട്രോങ്ങിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരെണ്ണം പുറത്ത് കൊണ്ടുവച്ചിട്ട് 2 എൻഡിലും നമ്മൾ മാർക്കിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിംഗ് ടച്ച് ചെയ്തിട്ട് ബ്ലൂ അടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ഒരു ലൈനും ടച്ച് ആക്കിയിട്ടാണ് നമ്മൾ എല്ലാ ഹൈറ്റിൻ്റെയും അതിന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള അളവിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഭാഗത്തേക്ക് 4 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് 1/2 ഇഞ്ച് കൂടുതലുണ്ട്. അതിൻ്റെ അപ്പുറത്തോകുമ്പോൾ 5/8 ആണ്, അപ്പുറത്തോകുമ്പോൾ വേറൊരു അളവാണ്. അതുപോലെ തന്നെ വീതിയും എല്ലാം വെവ്വേറെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീതി നന്ന കുറവാണ്. മുകളിലത്തെ 5 എണ്ണം നമ്മൾ ഫിറ്റ് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഫിറ്റാക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അതിനോടൊരു ക്ലീറ്റ് അടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ മാർക്കിംഗ് ഇടാൻ വേണ്ടി പോയി. 1 2 ഇതിൻ്റെ ഉള്ളിൽ കവറാവുന്ന വിധത്തിലുള്ള മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ബ്ലൂവിൻ്റെ നമ്മളൊന്ന് പൊടി കെട്ടിയിട്ട് തുണികളെ കൊണ്ട് തട്ടിക്കളഞ്ഞാൽ പോകും. അപ്പോൾ 5 എണ്ണത്തിന് മാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ മുകളിലും മാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. 1 എന്നുള്ളൊരു മാർക്കിംഗ്. അങ്ങനെ എല്ലാത്തിനും ഓരോ മാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ക്ലീറ്റ് അടിക്കേണ്ട ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഈ ബ്ലൂ ലൈൻ മാച്ചാകുന്ന വിധത്തിൽ ഇങ്ങനെ വെക്കുക. അടിഭാഗത്ത് മുകൾ ഭാഗത്ത് മാർക്കിംഗ് ഇട്ട് കൊടുക്കുക. മാർക്ക് ചെയ്തോ? അപ്പോൾ നമ്മൾ സ്ക്രൂ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്യണം. ഡിഫറെൻറ്റ് ഹൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് ഓരോന്നും ഡ്രിൽ ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യും. ഇവിടെയൊക്കെ പെയിൻറ്റ് വലിച്ചിട്ട് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അതൊന്നിങ്ങനെ ചുരണ്ടിക്കളയോ, അല്ലെങ്കിൽ ശരിക്കും അടുത്ത് കിട്ടൂല. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ മാർക്കിങ്. അല്ലെങ്കിൽ ക്ലീറ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അധികം വരുന്നത് ടിൻ കട്ടർ വെച്ചിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ അധികം വന്നിട്ടുണ്ടെങ്കിൽ ചില ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ ചെറുതൊക്കെ വരുന്ന ഭാഗം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ അധികം വരുന്നത് ഇങ്ങനെ ബാലൻസ് ഉള്ളത് മാത്രം ടിൻ കട്ടർ വെച്ച് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതിൽ നമുക്ക് 1 മാത്രമേ ഇങ്ങനെ ക്ലീറ്റ് അധികം വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും കറക്റ്റ് അളവിൽ തന്നെ കിട്ടുന്നുണ്ട്. എല്ലാത്തിനും കവറാവുന്നുണ്ട്. അപ്പോൾ ക്ലീറ്റ് സെറ്റാക്കിയാണ്. സ്ക്രൂ അടിച്ചിട്ട് തന്നെ സെറ്റാക്കുന്നുണ്ടോ. എല്ലാത്തിനും ഡബിൾ സ്ക്രൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോയെന്ന് അതിന് വേണ്ടിയിട്ട് മാർക്കിംഗ് എടുക്കണം. അപ്പോൾ ഒന്നാമത്തത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഗ്യാപ്പ് ഒന്ന് കണക്കാക്കുക, സെൻറ്റർ ആക്കുക. അതിന് ശേഷം ഈ സൈഡ് വരുന്ന ഭാഗത്ത് സ്പിറ്റ് ലെവൽ വെക്കുക. ഓക്കെ, അയ്യാ അങ്ങനെ സെൻറ്റർ ആയതിനു ശേഷം സ്പിറ്റ് ലെവൽ വെച്ചിട്ട് സെറ്റാക്കുക. ഓക്കെ ആണ്, മാർക്ക് ചെയ്തോ. ഫൈവോമിൻ്റെ ടെൽബിറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാർക്ക് കറക്റ്റ് വെക്കണ്ട, കുറച്ച് സൈഡിലോട്ടാക്കി അടിക്കുന്നത് നല്ലത്. ഇപ്പോൾ ഈ ഒരു പോയിൻ്റാണ് വരുന്നത്. ആ പോയിൻറ്റിൽ കറക്റ്റ് അടിക്കേണ്ട, കുറച്ച് ഇങ്ങോട്ടാക്കി അടിക്കും. അപ്പോൾ നമുക്ക്
കുറച്ചുകൂടി സ്ക്രൂ ടൈറ്റായിട്ട് നല്ല ചുമരിനോട് ചേർന്ന് നിൽക്കും. ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് പെയിൻ്റൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടിക്കുന്നത് പെട്ടിൽ. അങ്ങനെ തന്നെ മുകളിലും ചെറുതായിട്ട് അങ്ങോട്ടേക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അടിക്കും. അപ്പോൾ അതിനുശേഷം പൊടിയെല്ലാം തട്ടി കളഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. നല്ല കാറ്റാണ് കേട്ടോ, പൊടി അകത്തേക്ക് തന്നെ വരുന്നുണ്ട്. പ്ലഗ് അപ്പോൾ പ്ലഗ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സെറ്റാക്കാൻ വേണ്ടി പോയാണ്. ടൈറ്റായിക്കോ. 1.5 ഇഞ്ചിൻ്റെ ഡ്രൈവാൾ സ്ക്രൂ അടിക്കും. അപ്പോൾ അവസാനത്തത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയാണ്. ഇനിയിപ്പോൾ ഇത് സൈഡിൽ സിലിക്കോൺ അടിക്കണം. അതുപോലെ തന്നെ ഈ ബ്ലൂ ഒക്കെ ഒന്ന് തട്ടിക്കളയണം. പെയിൻ്റ് അടിച്ച് കംപ്ലീറ്റ് ആയതല്ല, ഒന്നുകൂടി പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയേ കാണിക്കാനുള്ളൂ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ ഫിക്സ് ആക്കാൻ വേണ്ടി പോയി. അതിനോട്ട് സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ആ ഹൈറ്റ് കണക്കാക്കി ഒരാളെ പിടിച്ചു വന്നിട്ട് അടിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കുറച്ച് ലെങ്തിയാണ്, ഏകദേശം 24 ഇഞ്ചോളം നീളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫിറ്റിങ്ങെല്ലാം കുറച്ച് റിസ്ക്കാണ്. നമുക്ക് ഉദ്ദേശത്തെ പോലെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സാധാരണ ഒരു 8 ഇഞ്ചൊക്കെ വീതി ഉണ്ടാവുള്ളൂ പെർഗോളിൻ്റെ വീതി. അപ്പോൾ ഇനി മാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ക്ലേറ്റെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിനി ഇത് ഫിറ്റാക്കാൻ വേണ്ടി പോയി. ഗ്യാപ്പ് കണക്കാക്കി വെച്ചിട്ട് ഒന്ന് സ്പീഡ് ലെവൽ ചെയ്യുമോ. അപ്പോൾ നമ്മൾ അവസാനത്തെ പീസും കൂടി ഇടാൻ വേണ്ടി പോയിരുന്നു. ഇതിട്ടിട്ട് ടൈറ്റ് ചെയ്ത് ഈ ഭാഗത്ത് സിലിക്കോണും കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാണിക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.